വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഞാൻ വോയിസ് കൊടുക്കുകയാണ്. കുറച്ച് നാൾ എൻ്റെ യൂട്യൂബ് കട്ടായി കിടന്നു. അപ്പം ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കുടുംബശ്രീയിലെ വാർഷികമാണ്, അങ്ങനെ വന്നതാണ്. അപ്പം ഇത് എയർപോർട്ടിൻ്റെ അതിലാണ്, എയർപോർട്ടിലേതാണ് പ്ലെയിൻ വരുന്നെങ്കിൽ കാണിച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലാണ്, വീട്ടിൽ വെച്ചാണ് ഇന്ന് വാർഷികം. ചെറിയൊരു കേക്ക് കട്ടിങ്ങും അതാണ്. അപ്പം ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. മിസ് യു ഞാൻ വന്ന ഉടനെ നിന്നെ ഞാൻ കിച്ചണിൽ പോയി തിരക്കി. ഏഴ് വർഷമായി നമ്മുടെ കുടുംബശ്രീ രൂപീകരിച്ചിട്ട് ഇതുവരെ നമ്മളൊരു വാർഷിക പരിപാടിയൊന്നും നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് 2017 നമ്മുടെ കുടുംബശ്രീ രൂപീകരിക്കുന്നത്. 7 വർഷമായി നമ്മൾ ഇതുവരെയായിട്ടൊരു വാർഷികമായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല. ഇതും വളരെ ലളിതമായിട്ട് നടത്താമെന്ന് നമ്മളെല്ലാവരും ആലോചിച്ച് നമ്മൾ 10ാമത്തെ വാർഷികം വളരെ വിപുലമായി നടത്തുകയും ഈ വാർഷികം വളരെ ലളിതമായിട്ട് നടത്താമെന്ന് തീരുമാനിച്ച പ്രകാരമാണ് നമ്മളിവിടെ വാർഷിക പരിപാടി നടത്തുന്നത്. നമ്മുടെ ഈ വാർഷിക പരിപാടിയിൽ നമ്മുടെ പ്രത്യേകമായി ക്ഷണിച്ചിരിക്കുന്ന നമ്മുടെ കൗൺസിലറിനെയാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കും. അപ്പോൾ ആശ്രയ കുടുംബശ്രീയുടെ 7ാമത് വർഷം എല്ലാ കുടുംബശ്രീ വാർഷികം ഒരു വർഷം എത്താൻ കാത്തിരിക്കുകയാണ്. വാർഷികം ആഘോഷിക്കുക അടിച്ചു പൊളിച്ച് ഇപ്പോൾ എന്തായാലും വൈകിയ വേളയിലെങ്കിലും 7ാമത് വാർഷികം 1ാമത് വാർഷികമായിട്ട് ആഘോഷിക്കുന്ന കുടുംബശ്രീക്ക് എല്ലാ അർത്ഥത്തിലും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ചത്. കാരണം കുടുംബശ്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. അടിപിടി കൂടുന്ന ഓരോരുത്തപ്പോൾ 3 പിരിച്ചിട്ട് അടുത്ത 3 തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. അവരെ തന്നെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാനസികമായ പൊരുത്തം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും നമ്മൾ 20 പേരുടെ 20 വീട്ടിൽ നിന്ന് വരുന്നവർ പല പ്രശ്നങ്ങളും പല മാനസിക പ്രശ്നങ്ങളായിട്ട് കുടുംബശ്രീയിൽ വരുന്നതാണ്. പക്ഷേ ആ കുടുംബശ്രീയിൽ വരുമ്പോൾ നമ്മൾ ഒറ്റ മനസ്സോടെ നിന്നാൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ശാന്തി കിട്ടുന്ന സ്ഥലമാണ് കുടുംബശ്രീ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ, ഒരു അരമണിക്കൂറെങ്കിലും നമ്മളെയൊക്കെ കുടുംബശ്രീ അങ്ങനെയാണ്. വന്നിരുന്ന് ഒന്ന് തമാശ പറഞ്ഞെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പല വിഷമങ്ങളും നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് കുടുംബശ്രീ മാറുന്ന. അതിനപ്പുറം നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ട്, അതായത് സ്വയം ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ വേളയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൻ്റെ ഭാഷയിലുള്ള ആശംസ അറിയിച്ചു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എടുക്കണം ആമിനെ എടുക്കണം. കൊണ്ടുവന്നിട്ട് നീ കൊടുക്കണം എടുക്കാൻ. മന്തിയാണ് സ്പെഷ്യൽ മന്തി. അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഫോട്ടോയിൽ ഇതൊക്കെ